ബ്രഹ്മയുഗം മൂവിയുടെ ഇന്നത്തെ ആദ്യ ഷോ ആരംഭിച്ച സമയം മുതൽക്ക് തന്നെ FBയിൽ പ്രൊമോഷൻ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് പടം ശോകമാണല്ലോ, പടം ഭയങ്കര ലാഗാണല്ലോ, വൻ ഉറക്ക ഗുളികയാണല്ലോ എന്ന തരത്തിലുള്ള കമൻസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കണമെന്ന് ആർക്കോ വാശിയുള്ളത് മാതിരി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂസിൻ്റെ അടിയിലെല്ലാം വന്നിട്ട് ചില ആളുകൾ കമൻസ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഉറക്ക ഭ്രമം എന്ന തരത്തിൽ ഈ ഒരു സിനിമയെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എന്നാൽ കൂട്ടത്തോടെയുള്ള പബ്ലിക് റെസ്പോൺസിലൂടെ ഈ ഒരു സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു സിനിമ കണ്ടിട്ട് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയതോടുകൂടെ ഡീഗ്രേഡേഴ്സ് ഒലിച്ചു പോവുകയുണ്ടായി. അവരുടെ ഡീഗ്രേഡിംഗ് ഒന്നും ഈ ഒരു സിനിമയെ ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. മെജോറിറ്റി ആളുകളുടെ അഭിപ്രായം മാത്രമേ ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാതെ 1,00,000 പേര് നല്ല അഭിപ്രായം പറയുമ്പോൾ അതിൽ 100 പേർ ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഒരു സിനിമ പരാജയപ്പെടില്ല, ബോക്സ് ഓഫീസിൽ വിജയിച്ച് കയറി വരിക തന്നെ ചെയ്യും. എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ആദ്യ ദിവസം 3.5 കോടിയോളം രൂപ ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടാൻ സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡിൽ നിന്നും നല്ലൊരു കളക്ഷൻ നേടാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കും. പോസിറ്റീവ് റിപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രകടനം നടത്താൻ ആദ്യ ദിവസം ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് സാധിച്ചത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് റിപ്പോർട്ടാണെങ്കിൽ ഈ ഒരു തിരക്കൊന്നും സിനിമയ്ക്ക് ഉണ്ടാവില്ല. ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പോസിറ്റീവ് റിപ്പോർട്ട് എക്സ്ട്രാ ഓർഡിനറി, അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ വേട്ട ബ്രഹ്മയുഗം മൂവി വേൾഡ് വൈഡായിട്ട് നടത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രണ്ട്സ്.